ആൾക്കാർക്ക് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതിബനിലൊരു സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്നെ താഴ്ത്തിട്ട് ഇവരെ അല്ല ഒന്നും ചെയ്യാ എന്റെ മാത്രമായിട്ടുള്ള വീഡിയോ ഉണ്ട് ഒന്നും ചെയ്യാണ്ടൊക്കെ. പന്തയക്കോഴിയിലെ റീലും അത്രയും കേറുന്നൊന്നും വിചാരിച്ചില്ല. പന്തയക്കോഴിയോ? അത് ഞാൻ പ്രതീക്ഷിച്ചു. എന്താ ചെയ്തേക്കണെന്ന് നോക്കി ആറേറ്റൊന്നും എത്തിയിട്ടില്ല. അതിപ്പോ എത്തും. ഓവറായിരുന്നു. വേറെ കമന്റ് വന്നു, ഞാൻ പയ്യനെ നോക്കിയേ ഇല്ല, അങ്ങനെ ഒരു പയ്യൻ കെട്ടിക്കൊണ്ടുവന്നേക്ക് എന്നൊക്കെ പറഞ്ഞു. പറ്റും ഈ കോമാളത്തരം കാട്ടിയാണ് റീൽസിൽ കിടന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ആളുടെ കൂടെയുള്ള വീഡിയോസ് ആണ് കൂടുതലുള്ളത്. അപ്പൊ ആൾക്കാർ ചോദിക്കും ഇനി കപ്പിൾസ് ആണോ? അച്ഛനൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. ഇപ്പൊ ഇഷ്ടമാണെന്നും അറിയില്ല ഇങ്ങനത്തെ കാര്യങ്ങള്. എന്റെ വീഡിയോസ് കാണാറുണ്ടോന്നല്ല അറിയില്ല അച്ഛൻ. அதான் மூஞ்சில எழுதி ஓட்டிருக்கேன். சென்ஸ்ல மேனஸ்ல பப்ளிக்ல எப்படி பிஹேவ் பண்ண தெரியல. ரோட்ல லவ் லெட்டர் கொடுக்க யாராவது பார்த்தா என்ன நினைப்பாங்க? பேக் போட்டுருக்கு, ஷர்ட் போட்டுருக்கு, கார் வச்சிருக்கு. ஆனா நீ ஸ்டூபிடா நடந்துக்கிறியா? இது உருப்படியா நல்ல வேலையா இருந்தா பாருங்க. ஹலோ மை டியர் வாட்ச், என்ன நீங்க வாய்ஸ் வந்து இப்படி பேசிக்கிறீங்க? அம்மா ஏன் வாய்ஸ் என்னோட பேசுறேன்? நான் கேக்குறது ஏன் காதுங்க? நீங்க திட்டறது கேட்டே ஹார்ட் ஹர்ட் ஆகும். பெரிய பொல்லாத ஹார்ட். 2 நாள் முன்னாடி பார்த்த பேசுற பொண்ணுக்கு ஐ லவ் யூ லெட்டர் கொடுக்க சீப்பான ஹார்ட். ஹலோ இது லெட்டர் தான், லவ் லெட்டர் தான். ஆனா நான் உங்களுக்கு என்ன இல்ல, என் ஃப்ரெண்ட் உங்க ஃப்ரெண்டுக்கு என்ன. ഇപ്പൊ ഈ റീല് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് എന്താണ് നിങ്ങളുടെ BTS വേണമെന്ന് ആൾക്കാർ പറയുന്നത് എന്നാന്ന് എനിക്ക് മനസ്സിലായി. നാച്ചുറൽ ആയിട്ട് അങ്ങ് വരികയാണല്ലേ? ഓക്കെ, നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നിയിട്ടായിരുന്നു ഇത് തോന്നിപ്പോവായിരുന്നു. ഇപ്പൊ ശരിക്കും നിങ്ങള് ചെയ്തതില് ഒട്ടും പ്രതീക്ഷിക്കാതെ റീൽസ് വൈറലാവുമല്ലോ. അങ്ങനെ കയറിയത് റീൽസ് ഉണ്ടോ? ഇപ്പൊ BTS അല്ല റീല് ഇപ്പൊ ഈ റീല് ചെയ്തു. അത് നമ്മുടെ പഞ്ചവർണ്ണക്കിൽ മറ്റേ പട്ട് മനസ്സിലൊരു പൂമാല. അത് ഇത്രയും കേറുന്നറിയായിരുന്നു, നമ്മില്ലെന്ന് അടിക്കുമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ വേറെ ഏതെങ്കിലും വീഡിയോ ഉണ്ടോ? ഇല്ലില്ല, വേറെ വീഡിയോ ഒന്നും ചെയ്യാ എന്റെ മാത്രമായിട്ടുള്ള വീഡിയോ ഉണ്ട് ഒന്നും ചെയ്യാണ്ടൊക്കെ. പന്തയക്കോഴിയിലെ റീലും അത്രയും കേറുന്നൊന്നും വിചാരിച്ചില്ല. പന്തയക്കോഴിയോ? അത് ഞാൻ പ്രതീക്ഷിച്ചു. ഞാനും കരുതിയിരുന്നില്ല. അതിലാണ് കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ളത് എനിക്ക്. അതിൽ മറക്കാൻ പറ്റാത്ത ഒരു കമന്റ് എന്തായിരിക്കും? മറക്കാൻ പറ്റാത്തൊരു കമന്റ്, കുറെ നല്ല കമന്റ്സ് വരുന്നുണ്ട്. മറക്കാൻ പറ്റാത്ത കമന്റ് അതിലല്ല, ഒരു ഡയലോഗിന്റെ റീലാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കമന്റ് അതാണ്. മോഹൻലാലിന്റെ ഒരു റീലുണ്ട്, അതിബനിലൊരു സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്നെ താഴ്ത്തിട്ട് ഇവരെ അല്ല അല്ല, അതിലിങ്ങനെ ആകെ 2 കമന്റാണ് എനിക്ക് ഇതായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആളുടെ ഇതാണ്. അപ്പൊ അതിലിങ്ങനെ വന്നിട്ടുണ്ട് ലാലേട്ടൻ അടിപൊളിയായിരുന്നു. അതല്ലേ എന്നെ പറയണില്ലല്ലോ. അല്ല, ഭയങ്കര ലിപ്സിങ്, കറക്റ്റ് ആക്ടിങ്, എക്സ്പ്രഷൻ. അപ്പൊ ഞാൻ എന്നിട്ട് അപ്പൊ ഒന്നും അത് ഇങ്ങനെ തിരിച്ചു നോക്കാറൊന്നുമില്ല. അത് ആ കമന്റ് ഇങ്ങനെ നോട്ടിഫിക്കേഷന്റെ വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി പിന്നെ നോക്കിയത്. ലാലേട്ടൻ എന്താ ചെയ്തേക്കണെന്ന് നോക്കി ആറേറ്റൊന്നും എത്തിയിട്ടില്ല. അതിപ്പോ എത്തും എത്തോന്നാണ് ആഗ്രഹം. മറ്റേ എന്തായാലും അങ്ങനെ നന്ദനയ്ക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയൊരു കമന്റ് എന്തായിരിക്കും? ഇതിലുണ്ട് ബ്രോ ഭയങ്കര നാച്ചുറൽ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാത്തിലും സൂപ്പർ ആണല്ലേ നന്ദന. പിന്നെ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കമന്റുകൾ വരികയാണ്. അപ്പൊ ഞങ്ങള് തല്ലുപിടിച്ചു തുടങ്ങി കമന്റുകൾ വായിക്കുമ്പോഴത്തേക്കും. അപ്പൊ ഒന്ന് കമന്റ് വന്നു, ബ്രോ ഭയങ്കര നാച്ചുറൽ ആണ്, ഭയങ്കര ഓവറായിരുന്നു. വേറെ കമന്റ് വന്നു, ഞാൻ പയ്യനെ നോക്കിയേ ഇല്ല, അങ്ങനെ ഒരു പൈ. അപ്പൊ ഞങ്ങളപ്പോ ഇങ്ങനെ വാക്ക് ഇങ്ങനെ തർക്കം ചെറിയ രീതിയിൽ ഇങ്ങനെ ഇതായപ്പോഴത്തേക്ക് ഞാൻ എന്നിട്ട് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്.
ഇങ്ങനെ നമസ്കാരം കൊടുത്തിട്ട് അപ്പൊ അതുണ്ട്. പക്ഷെ അതൊക്കെ ഒരു രസമായിട്ടാണ് തോന്നിയത്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുടെ തന്നെയാണ് ആള് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ മീര ജാസ്മിൻ ഈക്വൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതില് ഞാനൊരു കമന്റ് ആണ്, മീര ജാസ്മിൻ പോലും ഇത്രയും നന്നായിട്ട് ചെയ്തിട്ടില്ല. അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് കണ്ടുണ്ടോ അങ്ങനെ കുറെ കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. ലിപ്സിംഗ് എന്ന് വെച്ചാൽ പാട്ട്, അതിലും മീര ജാസ്മിൻ പാട്ടാണ് കൊടുത്തേണത്, ലിപ്സിംഗ് ആണ് കൊടുത്തേണത്. ആള് ആയതുകൊണ്ട് രണ്ടൊരു വേണമെങ്കിൽ ഒരു തട്ടിൽ ഇങ്ങനെ മേ ബി ഒരു വെറുതെ പറയണത് അല്ല, അത് വേണമെങ്കിൽ വെക്കാം. എനിക്ക് തോന്നുന്നുണ്ട് തട്ടിലിങ്ങനെ ഈക്വൽ ആയിട്ടൊക്കെ. പക്ഷെ ഇത് തട്ട് താന്നിരിക്കും, ഞാൻ തന്നെ പറയും. മീര ജാസ്മിൻ അതെ, ആള് തന്നെയാ പറയണ. താന്നിരിക്കുന്നില്ല, നിന്റെ തട്ടായിരിക്കും വെയിറ്റ് കൂടുതല്, നീയാണ് നല്ലതെന്ന്. പിന്നെ എന്താ ഞാൻ ആ സാധനം ഹൈലൈറ്റ് ഇടും കേട്ടോ. ഹെവി ആണ്. നന്ദനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ട്രസ് ആരാ? കാവ്യമാധവന് ഇഷ്ടമാണ്. കാവ്യമാധവ് ഇഷ്ടമാണ്. എനിക്ക് ചന്ദനക്കുറയും പൊട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അനന്തഭദ്രത്തിലെ അങ്ങനെയാണോ? അങ്ങനെയാണ്. ഭദ്രനെ പോലെയാണോ? ഭദ്ര അയ്യോ ഇടയ്ക്ക് അല്ല, സ്വഭാവത്തിന്റെ എന്താണോന്ന് ഭദ്രനെ പോലെ എനിക്ക് തോന്നി. പിന്നെ ഇടയ്ക്ക് തോന്നാറുണ്ട്. ഞാൻ പറയുന്നത് ആൾക്കാർക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഇഷ്ടമാണ് കാവ്യമാധവന് ഇഷ്ടമാണ്. അല്ല, ആർക്കായാലും ലാലേട്ടൻ എന്ന് പറഞ്ഞ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞവരുണ്ട് വേറെ നടന്റെ ഇത്. അപ്പൊ നമുക്കത് കേൾക്കുമ്പോ പേഴ്സണലി ഭയങ്കര സന്തോഷം. അല്ല, നല്ല ഭംഗിയല്ലേ ആളെ കാണാനായിട്ട്. അപ്പം ആളുടെ എനിക്ക് ഞാന് സദാനന്ദന്റെ സമയത്തിന്റെ ഒരു റീല് ചെയ്തിട്ടുണ്ട്. അതില് ആള് ശരിക്കും കാവ്യമാധവന്റെ ചിലയിടത്ത് ഇങ്ങനെ മാനറിസം കാട്ടുമ്പോ അങ്ങനെ തോന്നണാവാം. അല്ല, ആ ക്യാരക്ടറിന്റെ ആ ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ അത് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആളുടെ അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഇപ്പൊ അപ്പിയറൻസിൽ അങ്ങനെയാണെന്നല്ല പറയുന്നത്. ക്യാരക്ടർ ചെയ്യുമ്പോ അത് രീതിക്ക് വരാറുണ്ട്. ഇപ്പൊ മീര ജാസ്മിൻ എന്ന് പറയുന്നവര് അത് ആളുടെ അച്ചീവ്മെന്റ് ആയിട്ട്. ഇപ്പൊ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ നമ്മളായിട്ട് അങ്ങനെ സങ്കല്പിക്കുവാണല്ലോ. അങ്ങനെയാണോ? ഇല്ല, ഞാനങ്ങനെ ചെയ്യാണ്. പിന്നെ ഇവര് പറയുമ്പോഴാണ് മനസ്സിലാവണേ. ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റ് അത് തന്നെയല്ലേ? അതെ അതെ. ആളെങ്ങനെ ആ ഷോട്ടിൽ ആ സമയത്ത് ആ ക്യാരക്ടറാണ് മുമ്പ് വരെ ഇപ്പൊ ആ റീലില് കണ്ടോലെ ഇരിക്കണേ അറിയില്ല, അങ്ങ് ചെയ്യണാണ്. ആ സമയത്ത് അവർ ട്രാൻസ്ഫോം ആയി പോകും. അതെ, പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ വേറൊരാളാണല്ലേ. പാട്ട് ക്യാമറ വെച്ച് ഷോർട്ട് ആക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരാളാണ്. വേറെ ഒരു ആ ക്യാരക്ടർ എന്താണോ അതിലേക്ക് പോകും. കരയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കുക. ഏത് ഇതിലേക്കും ഏത് ക്യാരക്ടർ കിട്ടിയാലും അത് ഉൾക്കൊണ്ടങ്ങ് ചെയ്യുക അല്ലെ. കരയണ ക്യാരക്ടറാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. ഇവനെപ്പോഴും അങ്ങനത്തെ സാധനമൊക്കെ എഴുതാറുള്ളൂ. അങ്ങനെ വന്ന് ഇപ്പൊ സ്റ്റോറി എന്തെങ്കിലും ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഇമോഷണൽ സീൻ വന്നു കഴിഞ്ഞാൽ പെട്ട് വേണ്ട, എനിക്ക് കഥ വേണ്ട അങ്ങനെയൊക്കെ പറയും. ഭയങ്കരമായിട്ട് ആൾക്കാരെ ഇഷ്ടമല്ല. അതേസമയം ഭയങ്കര ജോളിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക്. കാരണം എനിക്ക് ജീവിച്ചാൽ മതിയല്ലോ. അതെ. ഇപ്പൊ സിനിമയുടെ റീൽസ് മാത്രമല്ലാണ്ട് വേറെ എന്തെങ്കിലും സ്വന്തമായിട്ട് കണ്ടന്റ് എഴുതി അപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല, എനിക്ക് വേണമെന്നുണ്ട്. മേ ബി തീരുമാനിച്ചിട്ടില്ല. ആൾക്ക് അങ്ങനെ കണ്ടന്റ് ചെയ്താണ് ഇഷ്ടം, എനിക്ക് റീക്രിയേഷൻസ് ചെയ്യാൻ ഇഷ്ടം. എനിക്ക് സിനിമയാണ് ഡ്രീം. അപ്പൊ അതിലേക്ക് പോണം. എന്താണ് നമുക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാനതാണ് നോക്കണത്. എന്റെ ഇപ്പൊ റീൽസ് ഇങ്ങനെ വന്നപ്പോ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു ഫാഷൻ ഇപ്പൊ സ്വപ്നമൊക്കെ സിനിമയാണെങ്കിൽ അതിന്റെ അടുത്ത് വരുന്നൊരു ഇതാണ്. ഇപ്പൊ ഇതൊരു ഇൻഡസ്ട്രി എന്നല്ല, ഒരു പാരലൽ ഇൻഡസ്ട്രി എന്നൊക്കെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ സിനിമയിൽ കയറിയിരിക്കുന്ന പലരും റീൽസിലൂടെ വന്നിട്ട് ഇപ്പൊ ഈ അടുത്ത് തന്നെ നമ്മള് കുറെ കണ്ട് ഹാഷിറും പുതിയൊരു സിനിമ വരുന്നുണ്ട്. അതേപോലെ നിങ്ങളെ എവിടെയെങ്കിലും കാണാൻ പറ്റും. എനിക്ക് അഭിനയ ആവാനല്ല, ഡയറക്ഷൻ അങ്ങനെ വേണമെന്നാണ് ആഗ്രഹം. അങ്ങനെയാണ്. ഓക്കെ. ഇപ്പൊ ശരിക്കും ഈ 2018 സമയങ്ങളിൽ ടിക്ടോക്ക് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. ആ സമയത്ത് നിങ്ങൾ ആക്റ്റീവ് ആയിരുന്നു? ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ ചെറുതായിരുന്നു. അപ്പൊ അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല. അപ്പൊ തുടങ്ങി, ഞാൻ ഒന്ന് റീച്ചായി തുടങ്ങിയപ്പോഴത്തേക്ക് അത് ബാൻ ചെയ്തു. അയ്യോടാ, ഇല്ല സങ്കടം ഉണ്ടായിരുന്നില്ല. അന്ന് ഇൻസ്റ്റാഗ്രാം ഈ ഇടയ്ക്ക് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പൊ 2 വർഷം ആവാൻ പോകുന്നുണ്ടാവും. ഇല്ല, ബാൻ ചെയ്ത് 1.5 വർഷമായിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. ഞാൻ പരിചയപ്പെടുന്നതിന് ഒരു 6 മാസം മുമ്പ് തുടങ്ങിയത്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും
എത്രയും കൊണ്ട് അന്ന് 20 അത് ആൾക്കാര് പറയും എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട് ഇട് 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 എന്നാലും ഞാൻ കേൾക്കില്ല പറയണത്. ആഹാ. അപ്പൊ ആ സമയത്തൊക്കെ എന്തായിരുന്നു ചെയ്യാറ്? ഞാൻ ഈ റീൽസ് ഒക്കെ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടും. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇതുപോലെ തന്നെ കഷ്ടപ്പെടും, എന്നിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും. അപ്പൊ ആൾക്കാർ പറയും അതെടുത്തിട്, ഇൻസ്റ്റയിൽ എടുത്തിട് ഇട് ഇട്. ഞാൻ കേൾക്കില്ലായിരുന്നു. പിന്നെ എന്തോ ഒരു ഐഫോൺ മേടിച്ചിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചാൽ അങ്ങനെയൊക്കെയാണ്. ആണല്ലേ. ഇപ്പൊ ആ ഒരു സമയം എങ്ങനെയായിരുന്നു? ഇപ്പൊ പറഞ്ഞല്ലോ ഫ്രണ്ട്സിന്റെ ഒക്കെ കുപ്പുറൊക്കെ നടന്നിട്ട് അത് ഇപ്പൊ ഫ്രണ്ട്സിന്റെ അത് ഭയങ്കര കഷ്ടമായിരുന്നു അല്ലേ. ചോദിച്ചുകൊണ്ടിരിക്കുമ്പേ ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അല്ല, അവർക്ക് അവരുടേതായ തിരക്കുകൾ എന്തെങ്കിലും കാണും, അറിയില്ല. അപ്പൊ അതൊക്കെ ഒരു സ്ട്രഗിൾ ആണ്. അപ്പൊ ഞാൻ റെഡിയായി നിന്നിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കാണ്ടിരുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അത്യാവശ്യം നല്ല റീച്ചുള്ള ടീമാണ് നിങ്ങള്. ഇപ്പൊ അവരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയാ? അവരുടെ ഫ്രണ്ട്സ് അങ്ങനെ അധികം ഫ്രണ്ട്സ് ഇല്ല, ആകെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളൂ. അവര് പിന്നെ ഇപ്പോ റീച്ച് അല്ലാത്ത സമയത്ത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഇവളെ എങ്ങോട്ടാ ഒരുങ്ങി കെട്ടിയേക്ക, എന്തിനാ പോണേ, ഇത് മാത്രമല്ല പോണേ, വല്ല അക്ഷരം പോയി പഠിച്ചൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ പോയില്ലായിരുന്നു, ഒന്നും മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ അവര് എന്നോട് എന്റെ കാണാറുണ്ട്. അല്ല, എന്റെ പരിചയത്തിലുള്ളവർ അല്ലെങ്കിൽ എന്റെ അനിയത്തിയാ, എന്റെ ഫ്രണ്ടാ, അങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇതാണ്. അന്ന് പക്ഷെ കളിയാക്കിയിരുന്നവരാണ്. എന്താ ചെയ്യണേ, വല്ല പഠിക്ക് പോയിട്ട്. ആദ്യമായിട്ട് റീല് ചെയ്യുമ്പോ എന്റെ ഫസ്റ്റ് റീല് ഇറങ്ങണതിന് അപ്പൊ ഞാൻ എന്റെ കസിൻസോ ഫ്രണ്ട്സോ അവരുടെ അടുത്തൊന്നും പറഞ്ഞിരുന്നില്ല, ഭയങ്കര രഹസ്യമായിട്ട് വെച്ചേക്കാണ്. അപ്പൊ ആളുടെ കാണില്ല എന്നാണ് എന്റെ ധാരണ. ഇങ്ങനെ അവിടെ കണ്ട് അവർക്ക് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. അപ്പൊ ആ സമയത്ത് അവളുടെ കൊച്ചി രാജാവിന്റെ ഓട്ടോ റീല് ചെയ്തിട്ട് അത് ഭയങ്കര വൈറലായിട്ടുണ്ട്. അത് ഭയങ്കര വൈറലായിട്ടിരിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ എനിക്കൊന്ന് ഈ കുട്ടീനെ എങ്ങനെ അറിയാം, ഭയങ്കര അവിടെ അവൾക്കൊരു ഫോളോയിങ് ഉണ്ടായിരുന്നു നാട്ടിൽ. ഞാൻ തൃശ്ശൂരാ, അപ്പൊ അവിടെയൊക്കെ ഫോളോയിങ് ഉണ്ട്. അപ്പൊ അവർക്ക് അത്ഭുതമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇത്ര വലിയ ആളുടെ ഞാൻ മനസ്സിലാക്കിയത് ഇല്ലില്ല റേഞ്ച് എന്താണെന്നുള്ളത് ഒരു ഇത് ആൾക്കാർ ചോദിക്കുന്നത് ഏതൊരു നമ്മുടെ അടുത്ത് പറയുമ്പോ ഭയങ്കര. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്ന ആള് തന്നെയാണ്, വേറൊരു വെർഷൻ ഇല്ല ആൾക്ക്. നമ്മുടെ അടുത്ത് എന്താണോ അതാണ് ഒറിജിനൽ വെർഷൻ. അപ്പോ അത്രയും ചിലവര് ഭയങ്കരമായിട്ട് ചിരിച്ചും കളിച്ചിട്ട് മാറി നിന്നിട്ട് പോയിട്ട് ഞങ്ങളെ കുറ്റം പറയും. അങ്ങനെ പക്ഷെ അങ്ങനെ കാട്ടേണ്ട കാര്യമില്ല. ഞാൻ എങ്ങനെയാണോ ചിലരിപ്പോ ഒരു പോളിഷ് ചെയ്തിട്ടൊരു ഇതായിരിക്കും നമ്മുടെ അടുത്ത് വരിക. അപ്പൊ എന്നിട്ട് പിന്നെ അവർക്ക് വേറൊരു വെർഷൻ ഉണ്ടാവും, നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ ആളിതാണ്. ഇപ്പൊ ഡേ 1 ഞാൻ പരിചയപ്പെടുമ്പോ എന്താണോ ഞാൻ കണ്ടായിരുന്നത് അതാണ് ഇന്ന് ഇന്റർവ്യൂവിന് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ കണ്ടേക്കുന്നത് നന്ദന. അതിനൊരു മാറ്റം വന്നിട്ടില്ല. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. അതെ. ഇപ്പൊ നന്ദനയുടെ ഒരു അമ്പലത്തില് ഒരു വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ അതിന് താഴെ നെഗറ്റീവ് കമന്റ്സ്, അതാണ് മില്യൺ അടിച്ച വീഡിയോ. അപ്പോ ഈ ഈയിടെയായിട്ട് നമ്മുടെ ദയാ സുജിത്തിനെതിരെ കുറെ സൈബർ അറ്റാക്ക്, കുറെ പേരല്ല, ഒരു സ്ത്രീ വന്നിട്ട് മറ്റേത് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ. അപ്പൊ ആ ഇഷ്യൂവും നന്ദനയുടെ ഇഷ്യൂവും തമ്മില് ഈ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു മറുപടി എന്താ നന്ദനക്ക്? അല്ല, എനിക്കൊന്നും തോന്നിയില്ല. ആ ചേച്ചിയുടെ ഇത് കണ്ടപ്പോ എനിക്ക് എന്തേലും തോന്നുന്നുണ്ട് ഈ ഡ്രസ്സിൽ ഈ പറഞ്ഞ എന്താ പേരെന്താ, ദയ. എനിക്ക് എന്തേലും തോന്നുന്നു, നമുക്ക് തോന്നാനാവുമ്പോ ഇല്ല, എനിക്കൊന്നും തോന്നിയിരുന്നില്ല. എനിക്കറിയില്ല എപ്പോഴും. ഇപ്പൊ പക്ഷെ എനിക്ക് ആൾക്കാർ ഭയങ്കര മെച്ചൂർ ആയിട്ടാണ് തോന്നുന്നത്. ആൾക്കാർ കാലം മാറിയിട്ടുണ്ട്. ഇപ്പം ഒരു 5-4 കൊല്ലം മുമ്പ് വരെയൊക്കെ ഇതിലും മാന്യമായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് സാധാരണ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ട് ഡാൻസ് കളിക്കോ എന്തെങ്കിലും ചെയ്താൽ അറിയാതെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന കമന്റ്സ് ഒക്കെ അന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇത് ചെയ്യുന്നു ടിക്ടോക്കിന്റെ ടൈമില്, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാ റീൽസ് വരുമ്പോ അതിന്റെ സമയത്തൊക്കെ ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ബ്ലൗസും പൊക്കിള് ആകെ വെള്ളയില എന്നാലും അതൊന്നും അതെ. അല്ല, സാധാരണ അങ്ങനത്തെ ഉടുപ്പുകളൊക്കെ ആൾക്കാർ ഇടാറില്ല. ഞാൻ ആൾക്കാർ ഇടുന്ന കണ്ടിട്ടാണ് അങ്ങനെ ഒരു ഉടുപ്പ് ഇട്ടത് തന്നെ.
ഇത് അമ്പലമായി പോയതുകൊണ്ടാണ്. അന്ന് അമ്പലം അടച്ചിട്ടേക്കുമായിരുന്നു. ഞാനങ്ങ് ചുമ്മാ വെറുതെ ഒരു എടുത്തുള്ളൂ. മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, പക്ഷെ കുറവാണ്. ഇന്നിപ്പോ ആൾക്കാർ ആർട്ടിനെയാണ് എൻജോയ് ചെയ്യുന്നത്. ആ ആർട്ട്, ആ പക്ഷെ ക്യാരക്ടർ, ഒരു സമൂഹം ഇപ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ അത് കിടപ്പുണ്ട്. എന്ത് കോസ്റ്റ്യൂം ഇട്ടാലും അയ്യ ഈ കോസ്റ്റ്യൂം ഇട്ടുണ്ടെങ്കിൽ പുറത്തു പോകുന്നത്, കൈയില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട്. അപ്പൊ പലരും ചിലപ്പോ അവര് സാരി ഉടുക്കുന്നത് ആ രീതിയിലായിരിക്കും. ഇപ്പൊ സാരി ഉടുത്ത കുറെ സ്ത്രീകളുണ്ടല്ലോ പഴയവര്, അപ്പൊ അവര് ഇങ്ങനെ വരവ് കാണിച്ച് ഇങ്ങനെയായിരിക്കും. പക്ഷെ എന്നിട്ട് അടിയും നമ്മള് കൈയില്ലാത്ത സ്ലീവ്ലെസ് ഡ്രസ് ഇടുമ്പോ ഈ കുട്ടി എന്താ ഇല്ലത്തെ കുട്ടിയാണോ ഈ കുട്ടി, അങ്ങനത്തെ കുറെ വർത്താനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നന്ദനയുടെ താഴെ വന്ന കമന്റ്സിൽ കണ്ട അതിലാണ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് എന്നല്ല, എന്ത് ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇട്ടാണോ പോണേ. അതെ, കൊറേ കമന്റ്സ് ഉണ്ട്, ഞാൻ കണ്ടിരുന്നു. ചില ഒരെണ്ണം ഡിലീറ്റ് ചെയ്തു. അത് ഈ തെറി വിളിച്ചിട്ട് കമന്റ് ഇടുമ്പോ അത് മാത്രമല്ല എല്ലാത്ത കമന്റുകളും ഡിലീറ്റ് ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ വരുന്ന കമന്റിന് വേറെ ആൾക്കാരെന്നെ അതില് മറുപടി ആയിട്ട് വരാറുണ്ട്, സപ്പോർട്ട് ചെയ്ത് മറുപടി ആയിട്ട് വരാറുണ്ട്. ആളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കമന്റ് ഇതുവരെ വന്നിട്ടില്ല. ഇല്ല അത് നിങ്ങളുടെ വീഡിയോ കണ്ടല്ലോ, അങ്ങനത്തെ ലവ്വാ ഞാൻ നിങ്ങളുടെ ഫാനാ. എനിക്ക് ഭയങ്കര ഇഷ്ടം നിങ്ങളുടെ കെമിസ്ട്രി. ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, നിങ്ങൾ കണ്ടിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അയ്യോ, ഈ അടുത്ത് പക്ഷെ ഒരാള് വന്നിട്ട് ഇതേപോലെ സന്തോഷമാണ് നിങ്ങളുടെ വീഡിയോ ചെയ്യാൻ നിർത്തല്ലേ, വിഷമിച്ചിരിക്കുമ്പോ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്. വേറെ പ്രധാന പ്രശ്നമാണ് ഈ വഴക്കിട്ടിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്ത്. ഞാൻ ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്ത് രണ്ടുപേര് ഫോളോ ചെയ്യുന്നവർക്ക് റീൽ കാണാൻ പറ്റില്ല. അപ്പൊ ഇവര് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ടെന്നുള്ളത് അന്നാണ് മനസ്സിലായത്. കളയല്ലേ കാണാൻ പറ്റും. എന്തിനാ ഡിലീറ്റ് ചെയ്തെന്നൊക്കെ ചോദിച്ച മെസ്സേജ് ഒക്കെ വന്നപ്പോഴത്തേക്കാണ് അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നുള്ളത്. അങ്ങനെ ഇപ്പൊ നിങ്ങള് കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. അപ്പൊ ഫസ്റ്റ് നിങ്ങളുടെ കെമിസ്ട്രി വീഡിയോ വർക്ക്ഔട്ട് ചെയ്തില്ല? കെമിസ്ട്രി ആദ്യം വലിയ രസം ഉണ്ടായിരുന്നില്ല, കാരണം ആള് തുടങ്ങണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആദ്യം കെമിസ്ട്രി ഫീൽ ചെയ്തിരുന്നു. അതെ, ചെറിയ കെമിസ്ട്രി ഫീൽ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ അങ്ങ് ചെയ്തു തുടങ്ങി. പിന്നെ നമുക്ക് നമ്മളോട് ഇതുപോലെ താല്പര്യമുള്ളവര് കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. കുറെ ആൾക്കാർ വരുന്നുണ്ട്, ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. എങ്കിൽ ഇങ്ങനെ ഇതിനു വേണ്ടി ഇറങ്ങണവരായിരിക്കണ്ടേ, അപ്പോഴേ നമുക്കൊരു ക്ഷമ ഒക്കെ ഉള്ളവരായിരുന്നെങ്കിൽ രസം ഉണ്ടാവും. ഒരു മുത്തം തേടി ആ പാട്ടൊട്ടാണ് തോന്നുന്നത്. മുത്തം തേടിയല്ല, അന്നേ ചൊല്ലിയില്ലേ, അത് അവിടെ മുതല് കേറി തുടങ്ങി. അവിടെ നിന്നിട്ടാണ് കേറിയ ഒരു പിന്നെ എല്ലാം ഒട്ടുമിക്കതും പോയിട്ടുണ്ട്, നല്ല രീതിയിൽ പോയിട്ടുണ്ട്. കാണുമ്പോ ഹാപ്പി ആവാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ഇപ്പൊ ചെയ്ത് വെച്ചിട്ടുണ്ടോ പുതിയ വീഡിയോസ്? ഉണ്ട് എടുത്തിങ്ങനെ വെച്ചേക്കും. അപ്പൊ ഞാൻ ചോദിക്കണേ, ഇതാണ് ഒരു ദിവസമാണോ നിങ്ങൾ ചെയ്യുക വീഡിയോസ്? ഒരു ദിവസം അവള് കൂട്ടുകാരി ഉണ്ടായിരുന്നപ്പോ ഒരു ദിവസം ഒരു വീഡിയോ, കാരണം എപ്പോ വേണേലും അവളെ വിളിച്ചാൽ കിട്ടുമല്ലോ. ലീവ് ഇടയ്ക്കിടയ്ക്ക് ലീവൊക്കെ ഉണ്ടാവല്ലോ കോളേജിൽ നിന്നൊക്കെ. പക്ഷെ ഇപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വീഡിയോ ഇടാനില്ലല്ലോ. ഇപ്പൊ ആളുടെ കൂടെയുള്ള വീഡിയോസ് ആണ് കൂടുതലുള്ളത്. അപ്പൊ ആൾക്കാർ ചോദിക്കും ഇനി കപ്പിൾസ് ആണോ, എല്ലാവർക്കും ഡൗട്ട്. അതിന് വേണ്ടി ഞാൻ 2-3 ആമ്പിള്ളേര് കൂടെ ചെയ്തിട്ടുണ്ട്. വേറെ പേര് ആള് ചെയ്തിട്ടുണ്ട്, വരുന്നുണ്ട്, ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പം ആൾക്കാർ പക്ഷെ ബാക്ക് ടു ബാക്ക് വരുമ്പോഴത്തേക്കും ആ ചോദ്യം ചില സമയത്തൊക്കെ ദേഷ്യം വരാറൊക്കെ ഉണ്ട്. ഇങ്ങനെ ചോദിക്കുന്നത് അപ്പൊ ഇപ്പൊ വീട്ടില് വരുമ്പോഴത്തേക്കും വീട്ടിൽ അമ്മേന്റെ അടുത്തൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്, അത് അവന്റെ ആളാണോ അങ്ങനെയാണോ. അതിന് വേണ്ടി ഞാൻ കുറെ പേര് ആമ്പിള്ളേരോട് ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, കെട്ടിക്കൊണ്ടുവന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, നേരിട്ട് പറഞ്ഞവരുണ്ട്. ഞാൻ ചിരിച്ചിട്ട് പോരും. അല്ല, നമുക്കൊന്നും പറയാ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായി അല്ല ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവര് സംസാരിക്കുന്നവർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇതിപ്പോ വർക്കാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പാഷനാണ്, ഇഷ്ടമാണ്. ഇതിനൊരു ആ രീതിക്ക് കാണണമെന്നാണ് ആഗ്രഹം. കാരണം അത് ഇപ്പൊ എന്താണെങ്കിലും കെമിസ്ട്രി നല്ല രസമായിട്ട് ചെയ്യാൻ തോന്നുന്നു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഏറ്റെടുത്തത്. നിങ്ങളുടെ ഒരു കപ്പിൾസ്, നിങ്ങളുടെ ഒരു റീലാണ് എല്ലാവർക്കും വേണ്ടത്. നിങ്ങളുടെ ഫോളോവേഴ്സിന് അതായിരിക്കുമല്ലോ, അതായിരിക്കും എപ്പോഴും അവര് ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത്. അതെ, ഒരു പെൺകുട്ടി ഇതേപോലെ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട്. അവരുടെ ഫേവറേറ്റ് ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ടോപ്പ് നല്ല ഫേമസ് ആയിട്ടുള്ളവരാണ്. എന്റെ പേര് വന്ന് ഞാന് ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ ചോദിച്ചു നന്ദനയുടെ പേരുണ്ട്,
എന്താണ് ആളുടെ പേര് പറയാൻ കാരണം എന്ന് വെച്ചപ്പോ നന്ദനയെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നന്ദനയുടെ കൂടെ ചെയ്യുന്ന ആള് ഇഷ്ടമാണെന്ന് പേര് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതൊക്കെ ഭയങ്കര നിങ്ങളുടെ കോംബോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആദ്യമൊക്കെ വീട്ടുകാരൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യാന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോ അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷെ എന്നെ ഞെട്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ, അപ്പൻ, അല്ലെങ്കിൽ അനിയൻ, അല്ലെങ്കിൽ എന്റെ കസിൻസ് ഒക്കെ എല്ലാരും ഭയങ്കര ഇതായിട്ടാണ് എടുത്തത്. ഇപ്പൊ അമ്മയ്ക്ക് കുറച്ച് പ്രൗഡാണ്. കാരണം ഇപ്പൊ പള്ളിയിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ ചെല്ലുമ്പോ അവിടുത്തെ ആൾക്കാരൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോ വലിയ അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ എല്ലാരും ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പൊ പറയുമ്പോഴത്തേക്ക് അതൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആദ്യം ഭയങ്കര ഷോക്കാണ്. എന്താണ് ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ആക്ടിങ് പറ്റുമെന്നുള്ളത് പോലും എനിക്ക് അറിയത്തില്ല. അത് ഇവളെങ്ങനെ കണ്ടുപിടിച്ചെന്ന് ആക്ടിങ് പറ്റും. ഈ കോമാളത്തരം കാട്ടയാണ് റീൽസിൽ കിടന്നുണ്ട്. എന്തൊക്കെയോ ചെയ്യും. ചിലതൊക്കെ പറയുമ്പോ ഇതെന്താ പറയുന്നത്, എന്താ ചെയ്യാ, അയ്യോ പേടിയാവോ, അയ്യോ. എന്നാലും പിന്നെ ആ സമയത്ത് എന്താ തോന്നുന്ന പോലെ എന്നിട്ട് എടുത്ത ഒരു ഷോട്ടൊക്കെ കാണിച്ചു തന്നിട്ടൊക്കെ ഉണ്ട് എനിക്കിപ്പോ. ഓണാക്കണേന് മുന്നേ നല്ലോണം ചെയ്യും. എന്തോ അതാണ് ആ ദേഷ്യപ്പെടലും. അതെ. അപ്പൊ ഒരു പ്രാവശ്യം എന്തോ മറ്റേ സ്വയംവര ചന്ദ്രികയുടെ തോന്നുന്നു അതിലൊരു ഷോട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു ഷോട്ട് ഉണ്ട്. അപ്പൊ അതിങ്ങനെ വിളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കാണിച്ചു തന്നു. ഇത് നോക്കി ഈ അഭിനയം കണ്ടു ഞാൻ ഞെട്ടിപ്പോയി. പറയാൻ പറ്റില്ല. അയ്യോ അത് അപ്പത്തേക്കാണ് മനസ്സിലായത്. ഇപ്പൊ മോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് വരുമല്ലോ, ഈ വീഡിയോ ചെയ്യ്, അങ്ങനെ റിക്വസ്റ്റ് വന്ന ഏത് വീഡിയോ ഉള്ളത്? റിക്വസ്റ്റ് വന്ന് ഓൾറെഡി ചെയ്തിട്ട് അവര് ഇത് മറ്റേ പന്തേക്കോഴി, പക്ഷെ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ചെയ്യുമോ? റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ മറ്റേ ആറ്റിങ്കരയോരത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി ലിസ്റ്റിലുള്ളതാണ്. അതൊരു ഒരു പാലം ഉണ്ടല്ലോ, അവള് പാലത്ത് നിന്നല്ലേ ചെയ്യണം. ആ പാലം ഇങ്ങനെ തപ്പി നടക്കണം എവിടെ പോകുമ്പോഴും. ഏറ്റവും ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കുകയാണ്, ഈ ലൊക്കേഷനിൽ ചെന്നിട്ടാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഞങ്ങൾ ചിലപ്പോ ഇറങ്ങാറുണ്ട് ലൊക്കേഷൻ നോക്കി. എവിടെയെങ്കിലും പോകുമ്പോ ഇന്ന സ്ഥലം കാണുമ്പോ അവിടെ മൈൻഡില് പാട്ട് പാടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞങ്ങള് ഇടയ്ക്ക് പോകും, നോക്കിയാറൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെയാണ്. പിന്നെ ഓൾറെഡി പ്ലാൻ ചെയ്യും എന്ത് ചെയ്യണമെന്ന് ഓൾറെഡി ഉണ്ടാവും. സ്പോട്ടിൽ ഇടാറില്ല. സ്പോട്ടിൽ ഇട്ടത് കുറച്ച് വീഡിയോസിലൊക്കെ ഉള്ളൂ. അത് ശോകമായിട്ടുണ്ട്. ആണോ? അത്ര ഭംഗിയെ വന്നില്ല. അപ്പൊ പ്രാക്ടീസ് എങ്ങനെയാ ലൊക്കേഷൻ നോക്കാൻ ചെല്ലുമ്പോ? അല്ല പ്രാക്ടീസ് ഇല്ല, എനിക്കറിയായിരിക്കും എന്താ ചെയ്യണ്ടേന്ന് അറിയാം. പിന്നെ ആൾക്കത് പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയല്ലോ. ആളത് മൊത്തം പ്ലാൻ ചെയ്ത് വരും. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നുമില്ല, ആള് റോബോട്ടോ അങ്ങനെ ആളുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാന്നുള്ളതാണ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ഒരു ഇതാണ്. പക്ഷെ ഔട്ട്പുട്ട് വന്നപ്പോഴത്തേക്കും ഇതെല്ലാം നടക്കും, ഇതെല്ലാം ഭംഗി ഉണ്ടാവും, ഇങ്ങനെ ചെയ്യണെന്തിനാന്നൊക്കെ പറയും. അപ്പൊ പിന്നെ ഔട്ട്പുട്ട് കാണുമ്പോഴാണ് ഓക്കെ അങ്ങനെയുള്ള ഒരു സാധനം വന്നല്ലേ. ഓക്കെ, ഇപ്പൊ കറന്റ് രണ്ടുപേരും എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിപ്പൊ പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ. ഡിഗ്രി ആയിരുന്നു, ബികോം ആയിരുന്നു. കഴിഞ്ഞപ്പോ ഇങ്ങനെ നടക്കാണ്. ഞാൻ വർക്കിംഗ് ആയിരുന്നു, ഇപ്പൊ നിർത്തി. ഒരു സ്വന്തമായിട്ടൊരു ബിസിനസിന്റെ പ്ലാനിങ് ആണല്ലേ. ഓക്കെ, വീട്ടിലെ സപ്പോർട്ട് എങ്ങനെയാ? ഇപ്പൊ വീട്ടില് ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. നന്ദനയുടെ? എനിക്ക് അനിയത്തിയമ്മയൊക്കെ സപ്പോർട്ടാണ്. അച്ഛനൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. ഇപ്പൊ ഇഷ്ടമാണെന്ന് അറിയില്ല ഇങ്ങനത്തെ കാര്യങ്ങള്. എന്റെ വീഡിയോസ് കാണാറുണ്ടോന്നല്ല അറിയില്ല അച്ഛൻ. എന്തെങ്കിലും ആഗ്രഹമാണ് അച്ഛൻ. എന്തായാലും എല്ലാവരും പറയുന്നത് പോലെ തന്നെ സിനിമയില് നന്ദനയും ജെറിനും ഈ അടുത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ടീമും ആശംസിക്കുകയാണ്. ഇനി നിങ്ങളുടെ ഒരു ഡ്രീം ഉണ്ടാവല്ലോ, സിനിമ തന്നെയാണോ ഡ്രീം? എനിക്ക് സിനിമയൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കാനേ പറ്റുള്ളൂ. എനിക്ക് വേറെ ജോലികളൊന്നും പറ്റൂല. ഇതൊക്കെ ഇഷ്ടം, ഇങ്ങനെ അഭിനയിച്ചിട്ടൊക്കെ നടക്കാൻ. അതെ, പാഷന് പുറത്ത് പോകാനാണ് ഇഷ്ടം. അതെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? അവർക്കെന്താ അറിയോ ഇതില് പറഞ്ഞോ, നിങ്ങളുടെ ഫോളോവേഴ്സ് കാണുമല്ലോ. എന്താ നീ പറയേ. ഇതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ ലൈക്ക്, കമന്റ് ഒക്കെയാണ് ഞങ്ങൾക്ക് ഇത് മുമ്പോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ്. അല്ലാണ്ട് ഇതിലിപ്പോ വേറെ ഒന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്വാളിറ്റി കണ്ടന്റ് തരാൻ പറ്റുക. ഇഷ്ടാവണില്ല.
അപ്പൊ അതൊക്കെ വർക്കിംഗ് പോവാ. അപ്പൊ നല്ല ക്വാളിറ്റി കണ്ടന്റുകൾ തരാനായിട്ടാണ് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുക. അതിനുവേണ്ടി തന്നെയാണ് എപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നിപ്പോ വരുന്നതിന് മുമ്പ് വരെ. അപ്പൊ അതെന്തായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും, ക്വാളിറ്റിക്ക് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എല്ലാരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക. അതെ, അപ്പൊ എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നല്ല നല്ല റീൽ ചെയ്യാൻ പറ്റട്ടെ, ഇനിയും ഫോളോവേഴ്സ് കൂടട്ടെ, സിനിമയിലൊക്കെ ഒരു ചാൻസ് കിട്ടട്ടെ എന്ന് ആശംസിക്കാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.